നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അവരുടെ റിലേറ്റഡ് ഫാക്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൾറെഡി ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ അതും കൂടി കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. യെസ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ആര് എന്നാണ് ചോദ്യം. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ആരാണ്? അത് ലാവോസിയർ ആണ്. ആരാണ്? ലാവോസിയർ. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ചോദ്യമാണ്, PSCയുടെ മറ്റൊരു ചോദ്യമാണ്, മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ച ആരാണ്? അത് ഡൊബറൈനർ. മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ച ആരാണ്? അത് ഡൊബറൈനർ. അപ്പോൾ ഡൊബറൈനർ എന്നാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ ക്ഷമിക്കുക എന്നാണ്. യെസ്. അപ്പം അടുത്തത്, മൂലകങ്ങളുടെ വർഗീകരണത്തിന് അഷ്ടക നിയമം ആവിഷ്കരിച്ചവരാണ്? അഷ്ടക നിയമം ന്യൂലാൻഡ്സ് ആണ് അല്ലേ? അഷ്ടക നിയമം. അപ്പം മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ചത് ഡൊബറൈനറും മൂലകങ്ങളെ അഷ്ടക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ന്യൂലാൻഡ്സുമാണ്. ആരാണ്? ന്യൂലാൻഡ്സ്. ഓക്കെ അല്ലടാ? ഇനി പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? യെസ്, മെൻഡലിയഫ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെൻഡലിയഫ് ആണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ് കൂട്ടുകാരെ? അത് ഹെൻറി മോസ്ലി. ആരാണ്? ഹെൻറി മോസ്ലി. അപ്പം പീരിയോഡിക് ടേബിൾ തെറ്റിപ്പോകല്ലേ, നോക്കണേ. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെൻഡലിയഫും ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലിയുമാണെങ്കിൽ നെക്സ്റ്റ് ആണ്, ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർമെയർ. ആരാണ്? ലോതർമെയർ ആണ്. അപ്പം ലോതർമെയർ മൂലകങ്ങളെ വർഗീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ പറയണം, ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ചത് ഡൊബറൈനറും അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സും പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെൻഡലിയഫ് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി ആണെങ്കിൽ മൂലകങ്ങളെ ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർമെയർ ആണ്. ഓക്കെ അല്ലേ? ഇനി കുറച്ച് കാര്യം നമ്മുടെ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നതാണ് ആൽക്കലി ലോഹങ്ങളാണ്. ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങളാണെങ്കിൽ രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. അപ്പം ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണെങ്കിൽ രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് എന്നാണ്? യെസ്, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ എന്നാണ് സംക്രമണ മൂലകം എന്നറിയപ്പെടുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹമാണ് സീസിയം. ഏതാണ്? സീസിയം. റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം എന്ന് ചോദിച്ചാൽ പറയണ കൂട്ടുകാരെ, അത് സീസിയമാണ്. ഏതാണ്? സീസിയം. ഓക്കെ അല്ലേ? ഇനി മൊബൈൽ ബാറ്ററിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? അത് ലിഥിയമാണ്. മൊബൈൽ ഫോൺ ബാറ്ററി. ഈ മൊബൈൽ ഫോൺ ബാറ്ററിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? അത് ലിഥിയം. ഏതാണ്? ലിഥിയം. ഓക്കെ അല്ലേ? ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്? അത് ഫ്ലൂറിൻ ആണ്. ഏതാണ്? ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലം സീസിയം. അതാണ് സീസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്? സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിനും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ് കൂട്ടുകാരെ? അത് സീസിയമാണ്. ഓക്കെ അല്ലേ? ഇനി ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിര് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിര്? ഹേമറ്റൈറ്റ് ആണല്ലേ? ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിര് ഏതാണ് കൂട്ടുകാരെ? ഹേമറ്റൈറ്റ് ആണെങ്കിൽ നമ്മുടെ കോപ്പറിന്റെ അയിര് ഏതാണ്? കോപ്പറിന്റെ അയിര് മാലക്കൈറ്റ്. കോപ്പറിന്റെ അയിര് ഏതാണ്? മാലക്കൈറ്റ്. എങ്കിൽ നമ്മുടെ ഈ ബോക്സൈറ്റിലിടാ അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ്. യെസ്, ഈ ബോക്സൈറ്റ് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം അലുമിനിയമാണ്. PSC ചോദ്യമാണ്, ബോക്സൈറ്റ് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം ഏതാണ്? അലുമിനിയം. എങ്കിൽ ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മെർക്കുറി. ഏതാണ്? മെർക്കുറിയാണ്. എങ്കിൽ ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്?
അയിരാണ് ലെഡ്. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ലെഡ്. പീസ് എത്രയോ തവണ ചോദിച്ചാണ്. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ലെഡ്. അപ്പം കോപ്പറിന്റെ അയിര് മാലക്കൈറ്റ്, ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണെങ്കിൽ ക്വിക്ക് സിൽവർ മെർക്കുറി, ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ലെഡ്. ഇനി ഒരു ലോഹത്തിന്റെ അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ ഗാങ് എന്നറിയപ്പെടുന്നു. ഒരു ലോഹത്തിന്റെ അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളാണ് ഏതാ? യെസ്, ഗാങ് എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നല്ല കിടക്കാച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? എന്താണ്? ഭരണഘടനയുടെ എത്രാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തതെന്ന് ചോദിച്ചാൽ പറയണം അത് 42ാം ഭരണഘടനാ ഭേദഗതി. എത്രയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടന ആമുഖത്തിൽ സോഷ്യലിസം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. എങ്കിൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എങ്കിൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഈ നമ്മുടെ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. അപ്പം രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11 ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാരാണ്? അത് JB കൃപലാനി. ആരാണ്? JB കൃപലാനി. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഈ ഭരണഘടന ലക്ഷ്യപ്രമേയം. ഈ ഭരണഘടന ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ്? അത് ജവഹർലാൽ നെഹ്റു. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഭരണഘടന നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു. അപ്പം ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഇനി സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുത്തതാരാണ്? എപ്പോഴാണ്? 1946 ഡിസംബർ 11. എങ്കിൽ ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഇനി നമ്മുടെ ജവഹർലാൽ നെഹ്റു ഭരണഘടന നിർമ്മാണ സഭയിൽ എന്താ അവതരിപ്പിച്ചു? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ഭരണഘടന ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ചെന്നാണ് അത് 1946 ഡിസംബർ 13. അപ്പം ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഇനിയോ 1946 ഡിസംബർ 13 ഭരണഘടന നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു എന്താക്കി? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ 1946 ഡിസംബർ 13 ഭരണഘടന നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ 1947 ജനുവരി 22 അംഗീകരിച്ചു. അപ്പം ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചപ്പോഴാണ് ചോദിച്ചാൽ പറയണം അത് 1947 ജനുവരി 22 ഈ നമ്മുടെ ഈ ഭരണഘടന നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ്? അത് സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം സച്ചിദാനന്ദ സിൻഹയാണെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? അത് പ്രേം ബിഹാരി നാരായൺ റൈസാദ. ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റൈസാദയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? അത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റൈസാദയും ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസുമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വം. ഇനി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം ആർക്കാണുള്ളത്? അത് ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിനാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? അത് ആമുഖത്തെയാണ്. ആരാണ്? ആമുഖത്തെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ്? ആമുഖത്തെ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.